പാത്താൻ പോകുമ്പോ ഉമറുള്ളാനെ വിളിച്ചു വരുത്തിയിട്ട് അവർ തമ്മിൽ തർക്കമുള്ള രണ്ട് വിഷയങ്ങൾ ഇട്ടുകൊടുത്തു. രണ്ടിലും ഉമറുള്ളാഹു തന്റെ അതേ നിലപാടിൽ തന്നെ വന്നു. അബൂബക്കർ തന്റെ നിലപാടിൽ നിന്നു. എന്തിനാണ് ഭരണമേൽപ്പിച്ചു കൊടുക്കുക? തന്റെ വീക്ഷണത്തിൽ പോവാത്ത ആൾക്ക് ഭരണമേൽപ്പിച്ചു കൊടുക്കുക. ഉമറുള്ളാഹു പറയണേന്ന് ഞാൻ എന്നെ നിങ്ങൾ എങ്ങനെ ഏൽപ്പിക്കും? കാരണം ഞാൻ പലപ്പോഴും നിങ്ങളുടെ വീക്ഷണത്തിൽ പോവാത്ത ആളല്ലേ. അബൂബക്കർ പറഞ്ഞത് ഉമറെ അതാ നിങ്ങളുടെ ക്വാളിറ്റി. കാരണം പ്രതിസന്ധി ഘട്ടത്തിലാ മുനാഫിക്കുകൾ ഉടലെടുക്കുന്നു, അതുപോലെ കള്ളപ്രവാചകന്മാർ വരുന്നു, തീരെ തകരാനുള്ള എല്ലാ സാധ്യതയും. ഈ നേരത്തിങ്ങനെ ആടി ഉലയുന്ന ആളല്ല വേണ്ടത്. ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയുന്ന സ്വന്തം അഭിപ്രായമല്ല, ആരുടെങ്കിലും അഭിപ്രായത്തിനനുസരിച്ച് മാറാത്ത ആളാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളാണ് അതിന് ഏറ്റവും അർഹനാണ്. അബൂബക്കർ എന്താണ് ഈ നിലപാട്? ഈ ഒരു അഭിപ്രായത്തിലേക്ക് നമ്മൾക്ക് വന്നാൽ പ്രശ്നം ഉണ്ടാവോ? അതെ, മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും യോജിച്ച് സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. മാത്രമല്ല പ്രാർത്ഥിക്കും വേണം. മുസ്ലിമീങ്ങളുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരായത്തുണ്ട്. പ്രാർത്ഥന കൂടാൻ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ മിമ്പറിലും ഓതുന്നുണ്ട്. പക്ഷെ പ്രവൃത്തി നേരെ അവർക്ക് അവിടെ തന്നെ. പഴയ കാലത്ത് പണ്ഡിതന്മാര് ഇങ്ങനെ വാള് പിടിച്ച് മെമ്പറിലേക്ക് ഇങ്ങനെ വളരെ അതോടുകൂടെ കയറി തിരിഞ്ഞതൊന്ന് അസ്സലാമു അലൈക്കും ഒക്കെ പറഞ്ഞ് പിന്നെ ഇരുന്ന് പിന്നെ എണീറ്റ് അതോടുകൂടെ കുത്തുപോകുന്ന കാലഘട്ടം നമ്മുടെ നാട്ടിൽ അവസാനിച്ചിട്ടില്ല. രണ്ടിമാമികൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക. വയസ്സറവിടെ ഒരു കൈയോട് കൂടെ ഒരു ഒറ്റച്ചാട്ട ആരാണ് ആദ്യത്തിന് അവരാ. പിന്നെ ഏതായാലും തോറ്റ പാർട്ടി വിടൂല എന്നുള്ളത് ഉറപ്പല്ലേ. അടി. പക്ഷെ അടി നടക്കുമ്പോൾ അതേ കുത്തുബയിൽ പോലും ഒരു പള്ളിയില് മിമ്പറിലൊരു കുത്തുബ ഹൗദിക വേറെ പെരിന്തൽമണ്ണ. ഉദാഹരണം പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും സമയങ്ങളിൽ അവിടെയും മിമ്പറിൽ വെച്ച് പോകുന്ന ആയത്തുണ്ട്. എത്ര അർത്ഥവത്തായ ആയത്താണ്, എത്ര വലിയ പ്രധാനപ്പെട്ട ആയത്താണ്. ആയത്തൊക്കെ പ്രധാനം, പക്ഷെ ഇത് നമുക്ക് വേണ്ടിയുള്ള ദ്വാ കൂടിയാണ്. എന്താ? ربنا اغفر لنا നമ്മളൊക്കെ കേൾക്കാറുണ്ടാവും മിമ്പറില്ലേ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വലിഇഖ്വാനിന الذين سبقونا بالإيمان, വിശ്വാസം കൊണ്ട് ഞങ്ങൾക്ക് മുൻകടന്നവർക്കും പുറത്തു കൊടുക്കണമേ. ولا تجعل في قلوبنا, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ആക്കരുത് റബ്ബേ غلا للذين آمنوا, മുഅ്മിനീങ്ങളോടൊരു വെറുപ്പ് നീ ആക്കരുത് റബ്ബേ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ നാഥാ നീ കാരുണ്യവാനും ദയാലുവുമാണ്. ഇതാണ് കഴിഞ്ഞ് പിന്നെ നിസ്കാരം കഴിഞ്ഞോടുകൂടെ ഒറ്റയടിയാതെ നീ കൂടെ പഠിച്ചറപ്പ്. ശരി, ആ ഭാഗം നമ്മൾ വിടുക. നമുക്ക് പഠിച്ച ദ്വാരയിലേക്ക് നമ്മൾ വിടുക. എന്താണ് പറഞ്ഞത്? നമ്മളെപ്പോഴും ദ്വാരക്കണം. ഹദീസ് കൂടി പഠിപ്പിക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കണമേ, ഞങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കണമേ. പഠിപ്പിച്ചതാ ربنا اغفر لنا, ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വലിഇഖ്വാനിന സബഖൂനാ ബിൽഈമാൻ, വിശ്വാസം കൊണ്ട് ഞങ്ങളെക്കാൾ മുൻകടന്നവർക്കും പുറത്തു കൊടുക്കണമേ. വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, ഞങ്ങളുടെ മനസ്സിൽ വിശ്വാസികളോട് ഒരു വെറുപ്പ് നീ ആക്കരുത് റബ്ബേ. റബ്ബനാ ഇന്നക റഊഫുർ റഹീം, ഞങ്ങളുടെ നാഥ നീ കാരുണ്യവാനും ദയാലുവുമാണ്. നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ഉണ്ടായിരിക്കും. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. മുസ്ലിമീങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ രംഗത്താണ്. സാമൂഹ്യ ജീവിതം അതാണ്. ഒരു മുസ്ലിം അവന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമൂഹമാണ് നിങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട. എന്താ അർത്ഥം? ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാ. പക്ഷേ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് എന്നെ കൊണ്ട് ഉപകരിക്കാം. എനിക്ക് മാത്രം ഞാൻ എനിക്ക് വേണ്ടി എനിക്കെന്താ വേറുള്ളവന്റെ കാര്യം നോക്കണ്ട, അതല്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നമുക്ക് മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലി എന്തായിരുന്നു എന്ന് ഖുർആൻ വളരെ വ്യക്തമായിട്ട് തങ്ങളുടെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുന്നു. സൂറത്തുൽ അഅറാഫിൽ കാണാം. എന്താ പറയുന്നത്?
ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അല്ലാഹു പറയാണ് വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം എല്ലാത്തിനെയും വിശാലമാക്കിയിരിക്കുന്നു. ഫസഅക്തുബുഹാ, അങ്ങനെ ഞാൻ എഴുതി വെക്കും ആർക്ക്? ലില്ലദീന യത്തഖൂൻ, അല്ലാഹുവിനെ കാക്കുന്നവർക്ക്, വയൂതൂന സകാത്ത് കൊടുക്കുന്നവർക്ക്, വല്ലദീന ഹും ബിആയാതിനാ യുമിനൂൻ, നമ്മുടെ ആയത്തുകളെ കൊണ്ട് വിശ്വസിക്കുന്നവർക്ക്. الذين يتبعون الرسول, പിന്നെ എങ്ങനത്തവർ? റസൂലിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ. അന്നബിയൽ ഉമ്മി, എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്തവരായ പ്രവാചകർ. എഴുത്തുവാരി പഠിച്ചില്ല, പക്ഷെ സാഹിത്യ സമ്പുഷ്ടമായ വചനങ്ങൾ കൊണ്ട് സംസാരിക്കുള്ളൂ. അത് അല്ലാഹുവിന്റെ ഖുദ്റത്താണ്, മുഅ്ജിസത്താണ്. ആ നബിയോട് പിൻപറ്റുന്നവർ. തൗറാത്തിലും ഇഞ്ചീലും എഴുതപ്പെട്ടതായി എത്തിക്കുന്ന പ്രവാചകൻ. يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث. എന്താണ് തങ്ങളുടെ ജോലി അറിയോ? യഅ്മുറുഹും ബിൽ മഅറൂഫ്, ജനങ്ങളോട് നന്മ കൽപ്പിക്കുക, ജനങ്ങളോട് നല്ലത് കൽപ്പിക്കുന്ന പ്രവാചകർ. വയൻഹാഹും അനിൽ മുൻകർ, തെറ്റിനെ വിരോധിക്കുന്ന പ്രവാചകർ. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, നല്ലതിനെ അനുവദിച്ചു കൊടുക്കുന്ന പ്രവാചകർ. നല്ലതെന്താണോ അനുവദിച്ചു കൊടുക്കും. അവർ അനുവദിച്ചെന്താണോ നല്ലതാണെന്ന് അർത്ഥം. മ്ലേച്ഛമായതിനെ, മോശമായതിനെ വിരോധിക്കുന്ന പ്രവാചകർ. കള്ള് വിരോധിച്ചു, മറ്റു മയക്കുമരുന്നുകൾ വിരോധിച്ചു, വിചാരം വിരോധിച്ചു, മോശമായ പെരുമാറ്റം വിരോധിച്ചു. എന്താ ഒക്കെ ഖബായിത്താണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജോലി എന്തായിരുന്നു? ജനങ്ങളോട് നല്ലത് കൽപ്പിക്കുക, ചീത്ത വിരോധിക്കുക, അതുപോലെ തന്നെ നല്ലത് അനുവദിച്ചു കൊടുക്കുക, ചീത്തയെ തടയുക. പിന്നെ ചീത്ത പ്രവർത്തനങ്ങളാവട്ടെ, ആ ചീത്ത പ്രവർത്തനങ്ങൾ തടയുന്നിടത്ത് മുൻകരൻ, തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടയാൻ പറ്റും. അത് സാധ്യമല്ലെങ്കിൽ ബിലിസാനി, കൈകൊണ്ട് പറഞ്ഞു നോക്കുക, രണ്ടാമത്തെ സ്ഥാനം അതിനാണ്. അതിന് സാധ്യമല്ലെങ്കിൽ മനസ്സോട് വെക്കുന്നു. എന്ത് കണ്ടാലും മനസ്സോട് വെക്കാൻ പോകുക. തടയാൻ പറ്റുമോ നോക്കണം. അനാവശ്യത്തിലേക്ക് പോകുമ്പോൾ എല്ലാം ഒളിച്ചു നിൽക്ക്, മനസ്സോട് വെച്ചിട്ട് ഇങ്ങനെ മോനെ നിരീക്ഷിച്ചിട്ട് അവസാനം എവിടെയെങ്കിലും വല്ല സദസ് പോയിട്ട് പറയാന്നുള്ളതല്ല. മറിച്ച് പോകുമ്പോൾ തന്നെ ഓരോ തടയ്ക്ക് പോകരുതെന്ന് പറയാം. അനാവശ്യത്തിലേക്ക് പോകരുത്, തടയണം. ഒരാൾ ആക്രമിക്കാൻ വരാൻ ചെയ്യരുതെന്ന് പറയണം, ഒന്ന് തക്കണം. അത് സാധിക്കൂലെങ്കിൽ ആവുകൊണ്ട്, അതിന് സാധിക്കൂലെങ്കിൽ മനസ്സോട്. അതായത് അതാണ് വലിയ. പിന്നെ അതെ, അവർ തങ്ങൾ ചെയ്തിരുന്ന ജോലി ഇതാണ്. തങ്ങൾക്ക് അല്ല ഏൽപ്പിച്ചിട്ടുള്ള പണി ഇതാണ്. നന്മ കൽപ്പിക്കാൻ, തിന്മ വിരോധിക്കാൻ, നല്ല അനുവദിക്കാൻ, ചീത്ത പറയാം. പിന്നെയോ ജനങ്ങളുടെ ഭാരം ഇറക്കിയിട്ട് കൊടുക്കുക. എന്താ ഭാരം ഇറക്കിയിട്ട് കൊടുക്കാൻ? ലോഡിങ്ങിന്റെ പണിയെടുക്കും. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ ഭാരം ഇറക്കിയിട്ടുണ്ട്. എന്താ ഭാരം? അവരുടെ കഴുത്തിലുണ്ടായിരുന്ന കുരുക്ക് ചങ്ങലകളെ പൊട്ടിച്ചെറിയ, ജനങ്ങളെ അറുത്തു മാറ്റുക. എന്താ റസൂൽ ചെയ്തത്? ജനങ്ങളുടെ ഭാരം. എന്തൊക്കെ ഭാരങ്ങളാ? ജനങ്ങളുടെ പരിധിയിൽ അന്ന് ഇസ്രായേലിലേക്ക് വളരെ ഭാരമേറിയ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു കോണ്ടക്സ്റ്റിലാണെന്ന് അദ്ദേഹം പറയുന്നത് ശരി. പക്ഷെ അത് എന്നൊക്കെ ബാധകല്ലേ? ഖുർആൻ വളരെ വ്യക്തമായി പച്ചയിൽ കിടക്കുന്ന സംഗതിയല്ലേ? ജനങ്ങളുടെ ഭാരം. നമ്മുടെ നാട്ടിലേക്ക് ചിന്തിച്ചു നോക്കി, എന്തെല്ലാം ഭാരങ്ങളാണെന്നറിയോ? ഈ ഭാരത്തെ കുറിച്ച് ചിന്തിക്കാൻ ആർക്കും സമയമില്ല. എന്താ? വിശ്വാസപരമായ ഭാരം. യഥാർത്ഥ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിന് പകരം മണ്ഡപങ്ങളിലും പണിക്കമാരെടുത്തും രാഷ്ട്രീയത്തിനോർത്തും പോയിട്ട് കാര്യം തീരുമാനിക്കുന്ന ഒരവസ്ഥയില്ല. വേറൊരു ഭാഗത്ത് തർക്കിച്ച് അങ്ങനെ പോട്ടെ, ഒരങ്ങനെ തർക്കിക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ തർക്കത്തിന്റെ ഇടയിൽ കൂടി യഥാർത്ഥമായിട്ട് കാണാതെ പോകുന്ന ചില സംഗതികൾ. സുബേസ്കേറ്റ് ഒന്നോടുകൂടെ പർവ്വതച്ച പെണ്ണുങ്ങൾ മണ്ഡപത്തിലേക്ക് പോകും. താരപ്പൊലിക്ക് മണ്ഡപത്തിന് ചുറ്റും ആടിനെ പിടിച്ച് ചുറ്റ, അരിയും തലയിൽ വെച്ചിട്ട് മണ്ഡപത്തെ ചുറ്റ. ഇസ്ലാമിൽ തന്നെ പുറത്തു പോണ പണി. അതുപോലെ ആൾദൈവങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? ആൾദൈവം വലിയ ഭാരല്ലേ ഇതൊക്കെ? ഇതൊരു ചങ്ങലല്ലേ? ഈ വിശ്വാസി അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകണത് മോചനം കിട്ടൂല.
പിന്നെ അതിന് അവരെ പിന്നെ താങ്ങാനോ അവർക്ക് സ്വീകരണം കൊടുക്കാനോ അവർക്ക് പണം ചെലവാക്കാനും നടക്കാൻ ഇതല്ലേ ഭാരം. അതൊരു വലയമാണ്. ഈ ആൾ ദൈവങ്ങൾക്കൊക്കെ പ്രത്യേകമായ വലയുണ്ട്. ചിലർക്ക് എന്താണ് പ്രേമസ്വരൂപിണിയായ ഇന്നാലിന്റെ ദൈവം, അതൊരു പ്രേമലോകത്ത് ഇങ്ങനെ വന്നു. വേറെ ചിലത് മായാജാലം അതിനുള്ളിൽ ഇങ്ങനെ വന്നു.